ഇപ്പോൾ ഈ റോഡ് വഴി ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം അവിടെയായിട്ട് ഒരുപാട് ഫ്ലക്സ് ഇരിപ്പുണ്ട്. രണ്ടാം LDF സർക്കാരിന്റെ വികസനങ്ങൾ എഴുതി വെച്ചേക്കുവാണ്. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു സ്ഥലത്തല്ല, ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വ്യാപകമായി വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണോ? അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു, ഇത് പാർട്ടി CPM വെച്ചേക്കുന്നതാണോ അതേ സർക്കാർ ചെലവിൽ വെച്ചേക്കുന്നതാണോ എന്താണ് എന്നുള്ളത്. അപ്പൊ ഇപ്പൊ ഇവിടെ തന്നെ ഈ ഒരു 5 കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഒരു 4 ഞാൻ കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കേരളം മുഴുവൻ എവിടെയെല്ലാം എത്ര ഫ്ലക്സ് വെച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ അത് സൗമണ്യക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ? ചേച്ചി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് ഇപ്പോ ബോർഡുകൾ വെച്ചിരിക്കുന്നത്. ഇതൊന്നും പാർട്ടി ഫണ്ട് എന്നല്ല. നമുക്കറിയാം ഇതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയോട്ട് ഇപ്പൊ UDF ആണ് അധികാരത്തിലുള്ളതെങ്കിലും അവരുടെ PR ചെയ്യുന്നത് അവരുടെ നിലവിൽ UDF PR ചെയ്യുന്നത് അവരുടെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ചാണ്. പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടി PR ചെയ്യുന്നത് ഈ പറയുന്ന പോലെ നികുതി പണം എടുത്തിട്ട്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ പൈസ എടുത്തിട്ട്. അത് എല്ലാ പാർട്ടിക്കാരും അങ്ങനെയാണ്. പക്ഷെ ഈ പറയുന്ന നമ്മൾ സാമ്പത്തികമായി ഏത് നിലയിലാണെന്ന് ആലോചിക്കണം. PM ശ്രീയിൽ ഒപ്പുവെക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി കേരളത്തോട് പറഞ്ഞത് എന്താണ്? കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുന്ന പണം കിട്ടണം, അതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ഒപ്പിടലെന്നാണ് പറഞ്ഞത്. അവിടെയാണ് റോഡ് നീളെ ബോർഡുകൾ വെക്കാൻ സർക്കാരിന് പണമുണ്ട്. ഈ പറയുന്ന ഇതൊന്നും സർക്കാരിന്റെ പൈസ, അല്ലെങ്കിൽ സാധാരണക്കാരെ ഞാനും ചേച്ചി ഉൾപ്പെടെ നികുതി കൊടുക്കുന്ന പണമാണ്. അതെടുത്താണ് ഈ കാണിക്കുന്നത്. അപ്പൊ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്രയും സാമ്പത്തികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് ഇത്തരം രീതി അല്ലല്ലോ ഫോളോ ചെയ്യേണ്ടത്. PR നടത്തണ്ടെന്നൊന്നും ഒരു അഭിപ്രായം എനിക്കില്ല. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ പാർട്ടികളും PR നടത്തും. പക്ഷെ എല്ലാ PR ഗിമ്മിക്കിലും എല്ലാ തെരഞ്ഞെടുപ്പും വിജയിക്കാനാകില്ല. അതുകൂടി സർക്കാർ മനസ്സിലാക്കണം. പിന്നെ ഈ പറയുന്ന പോലെ ചേച്ചി വികസന നേട്ടം എന്നാണ് പറയുന്നത്. എനിക്കതിന്റെ അകത്ത് 1-2 ബോർഡുകളുണ്ട്, വളരെ ചിരി തോന്നി. ഒരു ബോർഡ് എന്ന് പറയുന്നത് സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീ സുരക്ഷയാണ് എന്നാണ് സർക്കാരിന്റെ മെയിൻ ലക്ഷ്യം എന്നുള്ള രീതിയിൽ. ഏത് സുരക്ഷയാണ് സാറേ ഇവരുടെ മെയിൻ? അതുപോലെയാണ് തോന്നിയത്. കാര്യം ഏത് ഇരകൾക്കാണ് ഇവർ നീതിക്ക് വേണ്ടി പോരാടിയെന്ന് നമുക്കറിയാം. എവിടെയൊക്കെയാണ് ഇവർ ഇരകളെ, അവർക്ക് രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ സാധ്യതയുള്ള ഇടത്ത് ഇരകൾ എന്ന് പറഞ്ഞ് കുറെ സ്ത്രീകളെ ഇറക്കി അവർ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. ഇവർ ഏതൊക്കെ ഇരകളെയാണ് ചേർത്ത് പിടിച്ചിട്ടുള്ളത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ചേച്ചി കണ്ടോന്ന് എനിക്കറിയില്ല, 24-ലെ തമ്മിൽ പ്രോഗ്രാമിൽ ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പൊ അതിജീവിതമാരുടെ എണ്ണം കൂടുതലാണ്. മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ കൈ നഷ്ടപ്പെട്ട പെൺകുട്ടി, അവരായിരുന്നു യഥാർത്ഥ അതിജീവിത. എന്താണ് PR വർക്ക് എന്ന പേരിൽ കപ്പിൽ PR വർക്ക് നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ആരോഗ്യ രംഗത്തെ നമ്പർ 1 എന്ന് പറയുന്ന, നമ്മളെല്ലാം പറയാം ആരോഗ്യ രംഗത്തെ നമ്പർ 1 ആണെന്ന്, ആരോഗ്യമന്ത്രി പോലും ഒരു ആർട്ടിഫിഷ്യൽ കൈ ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. VD സതീശൻ പറയുമ്പോ എന്താണ് ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്? നമുക്കത് ചെയ്യാം, ഞാനത് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടത് തോന്നിയില്ല? അപ്പൊ യഥാർത്ഥത്തിൽ എനിക്ക് ശ്രീനാദേവി കുഞ്ഞമ്മയോട് വലിയ ബഹുമാനം തോന്നി. യഥാർത്ഥത്തിൽ അവര് പറഞ്ഞത് കറക്റ്റ് അല്ലേ? യഥാർത്ഥ അതിജീവിത പെൺകുട്ടിയായിരുന്നില്ലേ? അതിനൊന്നും കഴിയാത്ത സർക്കാരാണ് എന്താണ് ബോർഡുകൾ വെക്കുന്നത്. 64 ലക്ഷത്തോളം, അങ്ങനെയാണെന്ന് തോന്നുന്നു, 64 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തു. എങ്ങനെയാണ് പെൻഷൻ കൊടുത്തത്? ഇതൊക്കെ കേരളം കണ്ടതല്ലേ? മുടക്കമില്ലാതെയാണ് ഇവർ മുടങ്ങാതെ പെൻഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈ ബോർഡുകൾ വായിക്കുമ്പോൾ കിട്ടുന്ന വോട്ട് കൂടി കുറയാനുള്ള സാഹചര്യമാണുള്ളത്. CPM-ന്റെ ഒരു പതനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പറയുന്ന പോലെ മേഖലാ ജാഥ 3 ഘട്ടങ്ങളായി നടത്തുന്നു. MV ഗോവിന്ദന്റെ പരിപാടിക്ക് ബംഗാളികളെ ഇറക്കി മുദ്രാവാക്യം വിളിപ്പിക്കേണ്ട ഒരു വീഡിയോ തന്നെയായിരുന്നു കണ്ടത്. ഇവിടെ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. മുൻപ് വനിതാ മതിൽ തീർത്തപ്പോൾ ഈ കുടുംബശ്രീയിൽ നിന്നും അവിടെ ഇവിടെ പല തൊഴിലുറപ്പുകാരെയും, അത് മാത്രമല്ല പല സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ളവരെ, ഇവരുടെ യൂണിയനിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം നിർബന്ധപൂർവം കൊണ്ടുവന്ന് ആ വനിതാ മതിൽ പണിയാൻ ഇവർ ഉപയോഗിച്ചു. പക്ഷേ ഇപ്പൊ അങ്ങനെ പോലും ആരെയും ഇവർക്ക് കിട്ടാനില്ല എന്നല്ലേ നമുക്ക് അത് കാണും. എന്നിട്ട് അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഒരു കാര്യം, ഇവരുടെ അണികളെക്കാളും ഇവർക്ക് വേണ്ടി കീജെ വിളിക്കാൻ വരുന്നവരെക്കാളും വ്യക്തമായി തന്നെയാണെന്ന് തോന്നുന്നു അവർ വിളിക്കുന്നുണ്ട്. LDF-ന് ജയ് വിളിക്കുന്നുണ്ട്. എന്തായാലും കൊടുത്ത പൈസക്കുള്ള പണി അവരെടുത്തിട്ടുണ്ട്. മലയാളികൾക്കാൾ നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് ഈ CPM-ന് പണിയാവാതിരുന്നാൽ നന്നായിരുന്നു. അല്ല, CPM എനിക്ക് തോന്നുന്നു തകർന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ വെറുതെ നമ്മളൊരു രാഷ്ട്രീയ കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പറഞ്ഞിട്ടുണ്ട് PR-ന്റെ വിഷയം മാത്രമല്ല, ഏത് മേഖലയിലാണ് രണ്ടാമത് നമ്മൾ ചേച്ചി സാധാരണ കാര്യമായി സംസാരിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് 1ാം പിണറായി സർക്കാർ കുഴപ്പമില്ലായിരുന്നു, 2ാം പിണറായി സർക്കാരാണ് എല്ലാം തൊലച്ചത്. ചേച്ചി, നമ്മളൊരു 100 പേരെ എടുത്ത് നോക്കിയാൽ 50 പേര്, നിഷ്പക്ഷരായ 100 പേരെ എടുക്കും, 50 പേര് പറയുന്ന കാര്യമാണ് 2ാം പിണറായി സർക്കാർ. പക്ഷേ മാറേണ്ട ഒരു ചിന്താഗതി എന്ന് വെച്ചാൽ,
രണ്ടാമതും അധികാരത്തിൽ വരുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം ഞങ്ങളിൽ വിശ്വസിച്ചാണ് രണ്ടാമതും ഞങ്ങൾ അധികാരത്തിലെത്തിയത്. പക്ഷെ ആ സാധനം ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു സർക്കാരിന്റെ ലക്ഷ്യം, നമുക്കറിയാം ധനമന്ത്രി പറയുന്നു ധനക്കമ്മിയാണ്, നമുക്ക് സാമ്പത്തികമായി കേരളം വലിയ ബുദ്ധിമുട്ടിലാണ്, അതിൽ യാതൊരു തർക്കമില്ല. ഇനിയിപ്പോ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉള്ളത് മുഴുവൻ കാലിയാക്കിയിട്ട് പോവാം, ഞങ്ങൾ ഇനി അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവാണ്, അല്ലെങ്കിൽ സാധ്യതയില്ല, ഇനി വരുന്നവർ അനുഭവിക്കട്ടെ എന്നാണ്. ഇനിയിപ്പോ മറ്റൊരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDF ആണ് അല്ലെങ്കിൽ BJP ആണ് അധികാരത്തിൽ വരുന്നതിരിക്കട്ടെ, അവർക്ക് ഏതവസ്ഥയിലായിരിക്കും അവർ വരുന്നത് ചേച്ചി ആലോചിച്ച് നോക്ക്. സാമ്പത്തികമായി കേരളം ഒന്നുമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് അവിടെ നിന്ന് ഇനി എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ടുവരാൻ പോകുന്നത്? അപ്പോൾ ഇതേ CPM അല്ലെങ്കിൽ CPM പരാജയപ്പെട്ട LDF പറയും ഞങ്ങളായിരുന്നെങ്കിൽ മല മറിച്ചേനെ. അതാണ് നടക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ ജനങ്ങൾ പലതും മറക്കാൻ തുടങ്ങിയ പല കാര്യങ്ങളെയും ഈ LDF സർക്കാർ തന്നെ പലതും ഓർമ്മിപ്പിക്കുകയാണ്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയായ V ശിവൻകുട്ടി മുൻപ് പ്രതിപക്ഷമായിരുന്നപ്പോൾ സഭയിൽ കാണിച്ചു കൂട്ടിയ ആഭാസത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഒരു തരത്തിലും ഒരു നീതിയും പറയാൻ കഴിയാത്ത ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെയാണ് ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി എടുത്തു വെച്ചേക്കുന്നതെന്ന് ഒരു കാര്യം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനെ ഇവരെല്ലാം ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നത് സ്പീക്കർ ഉൾപ്പെടെ അതിനെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ആ വിമർശനം യഥാർത്ഥത്തിൽ നേരെ ചെന്ന് കൊള്ളുന്നത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനല്ല. എപ്പോഴാണോ ഇവർ പ്രതിപക്ഷമായിരുന്ന് കാണിച്ചു, എന്തായാലും ഇനി ഏത് പ്രതിപക്ഷം വന്ന് ഏത് രീതിയിലുള്ള പ്രതിഷേധ പ്രകടനം നടത്തിയാലും അന്ന് V ശിവൻകുട്ടിയും ടീമും നടത്തിയ പ്രതിഷേധത്തിനെ വെല്ലാൻ ഇനി ഒരു പ്രതിഷേധം ഇവിടെ ഉണ്ടാകാനില്ല. അല്ല, ഇതിപ്പോ എന്താണ്, എങ്ങനെയാണ് സഭാ നടപടികളിൽ പ്രതിഷേധിക്കേണ്ടത് ഞങ്ങൾ പഠിപ്പിച്ചു തരാമെന്ന് ആർജവത്തോടെ വിളിച്ചു. അല്ല, ഈ പറച്ചിലൂടെ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവര്. ഞങ്ങൾ എങ്ങനെ അവിടെ അല്ല ഇപ്പൊ ട്രോളുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. പണ്ടാണെങ്കിൽ നമുക്ക് ഈ പത്രത്തിന്റെ ഒരു കട്ടിങ് മാത്രമേ ഉണ്ടാവും, അതൊക്കെ പിന്നെ എല്ലാവരുടെ കയ്യിൽ. ഇപ്പൊ അങ്ങനെയല്ല. MV ഗോവിന്ദനായാലും ആരായാലും, ഇപ്പൊ VD സതീശനായാലും ഇന്ന് പറയുന്ന സാധനം 5 വർഷം കഴിഞ്ഞ് മാറ്റി പറഞ്ഞാൽ അതിന്റെ ക്ലിപ്പ് എന്തായാലും പുറത്തു ഇറങ്ങും. അതുപോലെയാണ് അന്ന് മുതൽ എയറിലാണ് ശിവൻകുട്ടി. എന്നിട്ട് അതേ ശിവൻകുട്ടി പറയാണ് ഞങ്ങൾ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. ഇവര് പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ പിന്നെ ഇപ്പൊ സഭ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള. ഇതുവരെ കരുതുന്നത് പോലെ എല്ലാവരും ഇതങ്ങ് വിശ്വസിച്ചിരിക്കുകയല്ല. ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യണം എന്ന് ഇവർ കുറെ നാൾ കൊണ്ട് ആവശ്യപ്പെടുന്നു. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു, അതങ്ങ് ആഘോഷിക്കണം. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് ഇതിനെതിരെ. ഈ വെറും ഒരു ട്രോളനായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ. എനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഈ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ ജെൻസി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഇടുന്ന ആള് വിദ്യാഭ്യാസ വകുപ്പ്. അദ്ദേഹം ആയിരിക്കില്ല, അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ആ യുവജനം ചെയ്തു കൂട്ടുന്നതാണ് അത്. ആ ഹാൻഡിൽ ചെയ്യുന്ന ആളിന്റെ മനോവ്യാപാരം അനുസരിച്ചല്ലേ അത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്ത് ഇവർ ആഘോഷിക്കുന്നു. ഈ SIT യഥാർത്ഥ രാഹുൽ മങ്കുളത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അയാള് പീഡന കേസിൽ പ്രതിയാണ്, എന്നാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അയാൾ പറയുന്ന കാര്യമായി തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ അയാൾ എഴുതിയിട്ടുണ്ട് SIT എന്താണ് ഇവിടെ അന്വേഷിക്കുന്നത്, മറ്റേ പോറ്റിയുടെ കൂടെ ആരൊക്കെ ഫോട്ടോ എടുത്തു അവരെ അറസ്റ്റ് ചെയ്യുക, അവരെ ചോദ്യം ചെയ്യുക എന്നതാണോ അയാളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഒപ്പമുള്ള ഫോട്ടോ ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയെ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്യട്ടെ. അപ്പൊ ഇവരെ ആഘോഷിക്കണം. ചോദ്യം ചെയ്യുന്നതിൽ ഇത്രത്തോളം വലിയൊരു നിഗൂഢത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം ഇത് സ്വാഭാവിക നടപടിയാണ്. കാര്യം അടൂർ പ്രകാശ് തന്നെ പറയുന്നുണ്ടല്ലോ, അടൂർ പ്രകാശ് ഇത് പ്രതീക്ഷിച്ചിരുന്ന കാര്യമാണ്. കാര്യം അടൂർ പ്രകാശിന്റെ പേര് ഇതിൽ വരുമ്പോ ചോദ്യം ചെയ്യും, അതിന്റെ അകത്ത് ഇത്ര ആഘോഷിക്കും. റിപ്പോർട്ടർ ടിവിയൊക്കെ ബിഗ് ബ്രേക്കിംഗ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്, അത് ചോദ്യം ചെയ്യും. പക്ഷെ കടകംപള്ളി ചോദ്യം ചെയ്തത് അവർ അറിഞ്ഞിട്ടില്ല, 2 ദിവസം കഴിഞ്ഞിട്ട് അവരും അറിഞ്ഞോളൂ. SIT ചോദ്യം ചെയ്തെന്നാ മൊഴി കൊടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് SIT കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. പറഞ്ഞപ്പോ ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് കൊണ്ട് പറയുകയാണ്. റിപ്പോർട്ടർ ടിവിയിലെ ഒരു മാധ്യമ പ്രവർത്തകൻ കൂടി ചേർന്നിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇത്രയധികം കത്തിച്ചത്. പക്ഷെ ആ മാധ്യമ പ്രവർത്തകൻ ഇപ്പോൾ ആ ചാനലിലില്ല. എന്തുകൊണ്ട്, എവിടെയാണ്, എന്തുകൊണ്ട് ആ ആളെ അവിടെ നിന്ന് പുറത്താക്കി എന്ന ഒരു വിഷയം കൂടെ റിപ്പോർട്ടർ ചാനൽ ചർച്ച ചെയ്യണ്ടേ? നാട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്നു, എല്ലാ പീഡകന്മാർക്കൊപ്പമാണ് ഞങ്ങൾ. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പം അയാൾ ഇരയാണെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇര ഉണ്ട് എങ്കിൽ ആ ഇരയ്ക്കൊപ്പം നിൽക്കണം. അയാൾക്കെതിരെ പരാതി കൊടുത്തോ എന്താണ് എന്നുള്ള കാര്യം അതുകൂടെ അവർക്ക്. അപ്പുറത്തവന്റെ വീട്ടിലെ അടുക്കള രഹസ്യം മാത്രം ഇവർ ആഘോഷിച്ചാൽ മതിയോ? സ്വന്തം വീട്ടിലെ കാര്യം കൂടെ ഇവരൊന്ന് പറയണ്ടേ? അപ്പൊ ഇതിവിടെ ആർക്കും ചർച്ച ചെയ്യണ്ട എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ഒറ്റക്കെട്ടായി നിന്ന് ഒരുത്തനെ ഒതുക്കാൻ വേണ്ടിയിട്ട് പഠിച്ച പണി 18 നോക്കി അവസാനം അവിടെ പാളയത്തിൽ പട വന്നപ്പോൾ അവിടെ നിന്ന് ഒരുത്തനെ പുറത്താക്കേണ്ടി വന്നു. അപ്പൊ ആ കാര്യം എന്താണെന്ന് കൂടെ അവരൊന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാമായിരുന്നു. അല്ല, അവരിപ്പോ കൈരളി എടുക്കേണ്ട പണി നന്നായിട്ട് റിപ്പോർട്ടർ എടുക്കുന്നുണ്ട്. കൈരളിക്ക് പോലും ഇത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുക്കാൻ പറ്റില്ല. എന്താണ് മുഖ്യമന്ത്രിക്ക് നമ്മുടെ നികുതി പണം എടുത്ത് അല്ലെങ്കിൽ സർക്കാരിന്റെ പണം എടുത്ത് ഇടതുമുന്നണി PR നടത്തുമ്പോ കൈരളിയുടെ പണി റിപ്പോർട്ടർ എടുക്കുന്നു. അതെ.